മരട് സർവീസ് സഹകരണ ബാങ്കിന്റെ 109ാമത് വാർഷിക പൊതുയോഗം മരട് ഗവൺമെന്റ് മാങ്കായിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ശ്രീ R.K. സുരേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ വാർഷിക പൊതുയോഗത്തിൽ ബാങ്കിനെതിരെ ഉള്ള ആരോപണങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പോലെ പൊതുയോഗത്തിന് അംഗങ്ങൾ പൊതുയോഗ ഹാളിൽ കയറാതെ ഒപ്പിട്ട ശേഷം വേദി വിടുന്ന കാഴ്ചയാണ് ഈ വർഷവും കാണാൻ സാധിച്ചത്. വാർഷിക പൊതുയോഗത്തിൽ ബാങ്ക് വൻ കുടിശ്ശിക വരുത്തുന്നതിനെ അംഗങ്ങൾ ചോദ്യം ചെയ്തു. കൂടാതെ ബാങ്കിന്റെ കെട്ടിട വാടകയിലും ലക്ഷങ്ങളുടെ കുടിശ്ശികയാണ് വരുത്തിയതെന്ന് അംഗങ്ങൾ പൊതുയോഗത്തിൽ ആരോപിച്ചു. ബാങ്കിന്റെ കെട്ടിട വാടക തരാത്ത എല്ലാ അംഗങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും പേരുവിവരം വെളിപ്പെടുത്തണമെന്നും പൊതുയോഗത്തിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ബാങ്കിൽ ലോൺ വെച്ചിരിക്കുന്ന ആധാരം പണമടക്കാതെ ഭാഗാധാരം ചെയ്ത് കെട്ടിടം പണിത ഗുരുതരമായ ആരോപണങ്ങൾ മുൻ ഡയറക്ടർ ബോർഡ് മെമ്പർ തന്നെ പൊതുയോഗത്തിൽ ആക്ഷേപമായി ഉന്നയിച്ചു. വാർഷിക പൊതുയോഗത്തിൽ വൻ ഗുരുതരമായ ആരോപണങ്ങളാണ് മുൻ ഡയറക്ടർ ബോർഡ് മെമ്പറും മുൻ ബാങ്ക് സെക്രട്ടറിയും പൊതുയോഗ സമക്ഷം ആരോപിച്ചത്. മരട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഗുരുതരമായ വീഴ്ചയെ ചോദ്യം ചെയ്യപ്പെടാത്ത വാർഷിക പൊതുയോഗമായി മാറി. മരട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പൊതുയോഗമാണ് ഇന്ന് മരട് മാങ്കായി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഇന്ന് നടന്നിട്ടുള്ളത്. വളരെ നല്ല രീതിയിലാണ് നമ്മുടെ പൊതുയോഗവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ആളുകൾക്കുള്ള രജിസ്ട്രേഷൻ ഫീസും അടക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യ പൊതുയോഗത്തിൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി ആളുകൾ വന്ന് പങ്കെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. മരട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 109 വർഷം പിന്നിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മരട് എന്ന പ്രദേശത്തിൻ്റെ ഒരു ജീവനാഡിയായി നിൽക്കുന്ന മരടിലെ ജനങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായ ഒരു ബാങ്കാണ് മരട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം മരട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ നാമധേയത്തിൽ മരടിലെ ജനങ്ങളുടെ ആവശ്യവും കഴിഞ്ഞ ഭരണസമിതിയോട് പൊതുയോഗത്തിൽ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഒരു ആംബുലൻസ് എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടിയ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ആംബുലൻസും ഫ്രീസറും ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് മരട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അധികാരത്തിൽ വന്ന് ഏതാണ്ട് 6 മാസങ്ങൾക്കകം നമുക്ക് പുതിയ ഒരു ആംബുലൻസ് ഫ്രീസറും അടക്കം നിലത്തിലിറക്കുവാൻ കഴിഞ്ഞു. അത് ജനങ്ങൾക്ക് വളരെ സഹായകരമായ രീതിയിൽ പൂർണ്ണമായി സൗജന്യം എന്ന രീതിയിലല്ല, എന്നാൽ ജനങ്ങൾക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിൽ അത് ക്രമീകരിക്കുന്ന പ്രവർത്തനമാണ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ ചെയ്തിട്ടുള്ളത്. ചില ബാങ്കുകളിൽ ഉണ്ടായിട്ടുള്ള അനഭിലഷണീയമായ പ്രവണതകളുണ്ട്. അത്തരം കാര്യങ്ങൾ മരട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മരടിലെ ജനങ്ങൾക്ക് വളരെ വിശ്വാസപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ബാങ്കായി നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സഹകരണ മേഖലകളിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ലോണിനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലം പോലെയല്ല. ലോണിയായി വരുന്ന ആളുകൾ നിലവിലുള്ള ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെയാണ് മറ്റു സേവന മേഖലകളിലേക്ക് തിരിയണം എന്ന് പുതിയ ബോർഡ് ആഗ്രഹിക്കുന്നത്. അത്തരം മേഖലകളിലേക്ക് കൂടി കടന്നു പോകുന്ന ഘട്ടത്തിലേക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ സഹകാരികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയും, മറ്റു മേഖലകളിലെ ആളുകൾ ഉപയോഗിക്കുന്ന സ്വകാര്യ മേഖലകളിലെ ആളുകൾ കൂടുതൽ ആളുകളിൽ നിന്ന് പണം മേടിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി അത് ക്രമീകരിച്ച് ആളുകൾക്ക് ചെറിയ രീതിയിൽ അത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇനിയും ഉള്ള പ്രവർത്തനങ്ങൾ അത്തരം കാര്യങ്ങളിലേക്കായിരിക്കും 4 വർഷം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് എല്ലാ സഹകാരി സുഹൃത്തുക്കളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം എന്നുകൂടി അവസരത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. തന്നെ ഈ ഇതിൻ്റെ അംഗങ്ങളുടെ പങ്കാളിത്തം കണ്ടോ? താല്പര്യമില്ല ആർക്കും. കഴിഞ്ഞ ജനറൽബോഡിക്ക് കിറ്റിന് വേണ്ടി ബഹളം വെക്കുന്ന ആരൊക്കെയാണ്? ഈ വേദിയിലിരിക്കുന്ന ഡയറക്ടർമാർ അതിനുവേണ്ടി തല്ലുപിടിക്കുന്നത്. ഇതൊക്കെയാണ് സ്ഥിതി. മരട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ജില്ലയിലെ നല്ല ബാങ്കായിരുന്നു, എല്ലാം സമ്മതിച്ചു. പിന്നെ നിങ്ങൾ ഇതിനകത്ത് ഈ വാടക കുടിശ്ശിക 25 ലക്ഷം രൂപയുണ്ട്. ആ കുടിശ്ശിക വരുത്തിയവരുടെ പേര് എല്ലാ കൊല്ലവും ഇതിലുണ്ട്. അതിന് പ്രധാന ഉത്തരവാദി സെക്രട്ടറിയാണ്. സെക്രട്ടറിക്ക് ഇതെല്ലാം പരിശോധിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. വാടകയുടെ അക്കൗണ്ട് എവിടെയെന്ന് നോക്കിയിട്ട് ഒരു വിരലിൽ ഒന്ന് കുത്തിയാൽ കമ്പ്യൂട്ടറിനകത്ത് ഡ്യൂസ് കിടക്കുന്നത് കാണാം.
അങ്ങനെ ഡ്യൂസ് വരുത്തിയിട്ടുള്ള വാടകക്കാരൻ ആരൊക്കെയായാലും, അത് സ്വന്തക്കാരായാലും രാഷ്ട്രീയ സ്വാധീനമുള്ളവരായാലും അത് ഈ പ്രവർത്തന റിപ്പോർട്ടിൽ കാണിക്കണം. ഇന്ന ആൾ വാടക കുടിശ്ശിക വരുത്തിയിരിക്കുന്നു. നിങ്ങൾ ആകെ എഴുതിയിട്ടുള്ള സർക്കാർ കുടിശ്ശിക വരുത്തിയെന്ന് ആര്? രജിസ്റ്റർ ഓഫീസുകാർ അവിടെ ഫ്രീ ആയിട്ട് രജിസ്റ്റർ കൊടുക്കുകയല്ലേ? ഇവിടെ വാടകയില്ല. വാടക അടയ്ക്കുന്നില്ലെങ്കിൽ വാടകയ്ക്ക് നോട്ടീസ് അയക്കണം. നിങ്ങൾക്ക് വക്കീലന്മാരൊക്കെ ഉണ്ടല്ലോ, ഇല്ലേ? നമ്മളോട് പറയാം ഞങ്ങൾ നോട്ടീസ് അയക്കാം, വാടക നിർത്താൻ തരാതെ പ്രവർത്തിക്കണ്ടെന്ന് പറയാനോ അവിടെ പോയി ധർണയിരിക്കാനോ ഒക്കെ ഞങ്ങൾക്കറിയാം. അറിയാൻ പാടില്ലാത്തതൊന്നുമല്ല. 60 കോടി രൂപ നിങ്ങളവിടെ അടച്ചത് ആരെ സൂചിപ്പിക്കാനാണ്? കുറച്ച് പണിയില്ലാത്ത രാഷ്ട്രീയക്കാർക്ക് കയറിയിരിക്കാനുള്ള ഇടമുണ്ടാക്കിയതാണ് കേരള ബാങ്ക്. എന്തായാലും നിങ്ങൾ സർക്കാരിനെ എപ്പോഴും ഭയപ്പെടുന്ന കാര്യമാണ്. 2 ഓഡിറ്റർമാർ ഇവിടെ വന്നിരിക്കും, ഇന്റേണൽ ഓഡിറ്റർമാർ. അത് കൺകറൻറ്റ് ഓഡിറ്റിംഗ് ആണ്. ദൈനംദിനമുള്ള കണക്ക് പരിശോധിക്കണം. അയാൾ അത് പരിശോധിച്ചിട്ട് ഇതിനകത്തൊന്നും കണ്ടിട്ടില്ല. 1 കൊല്ലം മുമ്പ് ലേലത്തിൽ വെച്ച് 1-2 പേരുടെ വസ്തുക്കൾ ഞാൻ തന്നെ ലേലത്തിൽ പങ്കെടുക്കാൻ ചെന്ന് ആ ആധാരങ്ങളൊന്നും പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ സെയിൽ ഓഫീസർ അതിന് സമ്മതിച്ചില്ല. കാരണം അവിടെ വച്ചിട്ടുള്ള ആധാരങ്ങൾ ഫേക്കായിരുന്നു. അതിന് ലീഗൽ സർട്ടിഫിക്കറ്റും കൊടുത്തു. ആധാരത്തിൻ്റെ ഉറവിടം എവിടെ തുടങ്ങിയെന്നോ എങ്ങനെ തുടങ്ങിയെന്നോ ഒന്നും അറിയാമില്ല. ഞാനിതിൽ ലേലത്തിൽ പങ്കെടുക്കാനായിട്ട് മനഃപൂർവ്വം പോയതാണ്. ആധാരം ഒന്ന് പരിശോധിക്കണം. അയാളുടെ റൂമിൽ, സെയിൽ ഓഫീസറുടെ റൂമിൽ വെച്ച് പക്ഷെ അയാളും ആ ലോണെടുത്ത വ്യക്തി ഫേക്കായിട്ടുള്ള വ്യാജമായിട്ടുള്ള ആധാരത്തിന് കൂട്ടുന്നു. ഞാനിപ്പോൾ പറയുന്നില്ല, 2 പേര് അയോഗ്യരാണ് ഇതിനകത്തുള്ളത്. ആ പേരും പറയുന്നില്ല, അവരുടെ ഡെസിഗ്നേഷനും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഈ വേദിയിലിരിക്കുന്നവരെ കണ്ടാലറിയാം ഈ സംഘത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്. പണ്ട് ജയമാഷിൻ്റെ കാലത്ത് 15 മിനിറ്റ് കൊണ്ട് പൊതുയോഗം അവസാനിപ്പിച്ച കാലമൊക്കെ പോയി. അതിന് നടക്കില്ല. പിന്നെ അത് താൻ സംസാരിച്ചോ, താൻ അവിടെ പോയി സംസാരിക്കണോ? പിന്നെ എന്നെ പഠിപ്പിക്കല്ലേ, ഞാൻ തന്നെ പഠിച്ചു നോക്കുന്നു. അധികം പഠിപ്പിക്കാൻ നിന്നാൽ ഞാൻ പറഞ്ഞു തീരുത്ത് ഇയാളെ അത് വേദിയിൽ അധ്യക്ഷൻ പറയണം, നാലിഞ്ച് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അല്ല, ചുരുക്കി പറയാനാണ് ഞാൻ പോകണം. അപ്പം ഈ പ്രവർത്തനം ഇപ്പോൾ എനിക്ക് എതിർപ്പുണ്ട്. ആ എതിർപ്പൊന്നും ഏർപ്പെട്ടിരിക്കും.